ഇന്ന് 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി പ്രധാന പത്രങ്ങളെല്ലാം എന്തു വാർത്തയായിരിക്കും നൽകുക? തീർച്ചയായിട്ടും പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്തയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്തയുമായിരിക്കും എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജുകളിൽ ഉണ്ടാവുക. നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെ നമുക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്താം. മനോരമയിലെ തലക്കെട്ട് ഇവർ കൊന്നതാണ് എന്നാണ്. പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത് മുൻ MLA ഉൾപ്പെടെ 14 പേർ കുറ്റക്കാർ, CPM-ന് തിരിച്ചടി, ഇവർ കൊന്നതാണ് എന്നാണ്. ഒപ്പം പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ കൃപേഷിൻ്റെ അമ്മ ബാലാമണിയുടെയും ശരത്ലാലിൻ്റെ അമ്മ ലതയുടെയും ചിത്രങ്ങൾ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 14 പ്രതികളുടെയും ചിത്രങ്ങളും മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മാതൃഭൂമിയിൽ പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് തെളിഞ്ഞു സത്യം എന്നാണ്. പെരിയ ഇരട്ടക്കൊല തെളിഞ്ഞു സത്യം. ബാലാമണിയുടെയും ലതയുടെയും ചിത്രം മാതൃഭൂമി പത്രവും ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മാധ്യമം പത്രത്തിൽ പെരിയ ഇരട്ടക്കൊലയുടെ തലവാചകം 14 പ്രതികൾ കുറ്റക്കാർ. പെരിയ ഇരട്ടക്കൊല CPM മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാർ എന്നാണ്. 20-ാം പ്രതിയും ഉദുമ മുൻ MLA-യുമായ KV കുഞ്ഞിരാമന്റെ ചിത്രവും മാധ്യമം പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ദേശാഭിമാനിയിൽ പക്ഷേ ആദ്യ പേജിൽ ആ വാർത്ത 2 കോളം വാർത്തയായി ചുരുങ്ങിയിട്ടുണ്ട്. പെരിയ കേസ് പ്രതി ചേർത്ത 10-ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ശിക്ഷിച്ചവരെക്കാൾ രക്ഷപ്പെടുത്തിയവർ അഥവാ വിട്ടയച്ചവരെ കുറിച്ചാണ് പത്രം പറയുന്നത്. CBIയുടെ ഗൂഢാലോചനാവാദം പൊളിഞ്ഞു എന്ന് പറയുന്നു. പെരിയ കേസ് പ്രതി ചേർത്ത 10-ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്ന ആംഗിളിലാണ് പത്രം ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത വയനാട് ജീവനൊടുക്കിയ DCC ട്രഷറും മകനും കോഴ വാങ്ങി കൊന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. IC ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണമാണ്. ആ വാർത്തയാണ് ദേശാഭിമാനി ലീഡ് ചെയ്തത്. ചന്ദ്രികയിൽ പെരിയ ഇരട്ടക്കൊല കേസിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പെരിയ ക്രിമിനലുകൾ എന്ന തലക്കെട്ടിലാണ്. പെരിയ ഇരട്ടക്കൊല കേസിൽ CPM-ന് കനത്ത തിരിച്ചടി, മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ എന്നാണ് ആ വാർത്ത അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പത്രങ്ങൾ ആ വാർത്തയൊന്ന് തൊട്ടുപോകാം. എങ്ങനെയാണ് പത്രങ്ങൾ അത് കൈകാര്യം ചെയ്തത്? മനോരമയിലേക്ക് എത്തിയാൽ പെരിയ ഇരട്ടക്കൊല ഇവർ കൊന്നതാണ്. ശിക്ഷ വെള്ളിയാഴ്ച 10 പേർക്കെതിരെ കൊലക്കുറ്റം. കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിട്ട 24 പ്രതികളിൽ CPM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരെന്ന് CBI കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷ ജനുവരി 3-ന് പ്രഖ്യാപിക്കും. CBI അന്വേഷണത്തിന് തടയിടുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് 1,14 ലക്ഷം രൂപ ചെലവിട്ട് സുപ്രീം കോടതി വരെ പോയിട്ടും പാർട്ടി നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത CPM-ന് കനത്ത ആഘാതമായി. കേസ് ഡയറിയും മൊഴിപ്പകർപ്പുകളും പിടിച്ചുവെച്ച CBI അന്വേഷണത്തിന് വിഘാതം സൃഷ്ടിക്കാനുള്ള സർക്കാർ ശ്രമത്തിനും തിരിച്ചടിയാണ് കോടതി വിധി എന്ന് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേ വാർത്ത ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ദേശാഭിമാനി പറയുന്നു പെരിയ കേസ് പ്രതി ചേർത്ത 10-ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല. ഉന്നത CPM നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നാണ് പെരിയയിൽ ഇരട്ടക്കൊല നടത്തിയതെന്ന CBIയുടെ വാദം തള്ളി കോടതി വിധി. ഗൂഢാലോചന നടത്തിയെന്ന് കാട്ടി CBI പ്രത്യേകമായി പ്രതി ചേർത്ത 10-ൽ 9 പേർക്കും ഗൂഢാലോചനയിലോ കൊലപാതകത്തിലോ നേരിട്ട് പങ്കില്ലെന്ന് പ്രത്യേക CBI കോടതി വിധിച്ചു. ഇതിൽ 6 പേരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവർക്കെതിരെയുള്ളത് പോലീസിന്റെ ജോലിക്ക് തടസ്സം നിന്നുവെന്ന കേസ് മാത്രം. ഇവർക്ക് ഉടൻ ജാമ്യം ലഭിച്ചു. CBI കെട്ടിച്ചമച്ച രേഖകളാണ് സെക്ഷൻ 225 പ്രകാരം ഇവർക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയത് എന്ന വാദമുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോൾ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയെ 2 രീതിയിലാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയിൽ ആദ്യ പേജിൽ ഒരു കാർട്ടൂണുണ്ട്. കാക്കദൃഷ്ടിയിൽ പറയുന്ന വാചകം ഇതാണ്: പെരിയ ഇരട്ടക്കൊല CPM ഉദുമ മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. പത്രത്തിൽ അതിൻ്റെ കാർട്ടൂൺ ഇരകളായ വേട്ടക്കാർക്കൊപ്പം എന്ന തലക്കെട്ടിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ. CBI 1,14 ലക്ഷം രൂപ മുടക്കിയാണ് CBI വരേണ്ടതില്ല എന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ പോയത്. ഡിവിഷൻ ബെഞ്ച് വരെ പോയതിന് സർക്കാർ പറയുന്നൊരു ന്യായമുണ്ട്. എന്നാൽ ഡിവിഷൻ ബെഞ്ചിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് പോയത് എന്തിനാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതും 1,14 ലക്ഷം രൂപ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് എത്തിയാൽ മാതൃഭൂമി പത്രത്തിൽ പെരിയ ഇരട്ടക്കൊല കേസിനും അപ്പുറമുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്.
വിമാനാപകടം, അസർബൈജാനോട് മാപ്പ് പറഞ്ഞ് വ്ളാഡിമിർ പുടിൻ എന്ന വാർത്ത. ഒപ്പം സംസ്കാര സ്ഥലത്തെ ചൊല്ലി മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം ഒരുക്കുന്നതിനെ ചൊല്ലി വിവാദമുണ്ടാകുന്നു എന്ന വാർത്തയുമുണ്ട്. രണ്ടു വാർത്തയും ഞാനൊന്ന് വായിക്കാം. വിമാനാപകടം, അസർബൈജാനോട് മാപ്പ് പറഞ്ഞ് വ്ളാഡിമിർ പുടിൻ. 38 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയോവിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞു. റഷ്യയുടെ വ്യോമമേഖലയിൽ വെച്ച് ദാരുണമായ സംഭവം നടന്നതിന്റെ പേരിലാണ് ക്ഷമാപണം. റഷ്യൻ റിപ്പബ്ലിക്കായ ചെച്നിയുടെ തലസ്ഥാനമായ ഗ്രോസ്നിയയിലേക്ക് ബുധനാഴ്ച യാത്ര തിരിച്ച വിമാനം അവിടെ എത്തും മുൻപ് കസാഖിസ്ഥാനിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. കസാഖിസ്ഥാനിലെ അക്താവുവിനടുത്താണ് വിമാനം തകർന്നു വീണത്. ബുധനാഴ്ച യുക്രൈൻ ഗോസ്നിയയിൽ കടുത്ത ഡ്രോണാക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമായിരുന്നുവെന്നും റഷ്യ പറഞ്ഞു. അതേസമയം വിമാനം വെടിവെച്ചിട്ടെന്ന് സമ്മതിക്കാനോ ഉത്തരവാദിത്വമേൽക്കാനോ തയ്യാറായിട്ടില്ല വ്ളാഡിമിർ പുടിൻ. 67 യാത്രക്കാരുമായി ബാക്കുവിൽ നിന്ന് ഗ്രോസ്നിയയിലേക്ക് വന്ന എംപെയർ 190 വിമാനമാണ് തകർന്നത്. റഷ്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ഏറ്റാണ് വിമാനം തകർന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് ഇപ്പോൾ അസർബൈജാനോട് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് അന്ത്യവിശ്രമത്തെ ചൊല്ലി, സംസ്കാര സ്ഥലത്തെ ചൊല്ലിയുള്ള വിവാദത്തിന്റെ വാർത്ത മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തെയും സ്മാരക നിർമ്മാണത്തെയും ചൊല്ലി രാഷ്ട്രീയ വിവാദം. ഉചിതമായ സ്ഥലം അനുവദിക്കാതെ BJP അദ്ദേഹത്തെ അപമാനിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രിമാർക്ക് രാജ്ഘട്ടിനോട് ചേർന്ന് സമാധിക്കും സ്മാരകത്തിനുമായി സ്ഥലം അനുവദിക്കുന്ന കീഴ്വഴക്കം ലംഘിച്ച് പൊതുശ്മശാനമായ നിഗംബോധ് ഘട്ടിൽ സംസ്കാരം നടത്തിയെന്നാണ് ആരോപണം. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ ആസൂത്രിതമായി അവഹേളിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം അനുവദിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വെള്ളിയാഴ്ച രാത്രി അറിയിച്ചു. ഇതിനായി ട്രസ്റ്റ് രൂപവത്കരിച്ച് സ്ഥലം വിട്ടുനൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അതിന് സമയമെടുക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു. സംസ്കാര ചടങ്ങ് വേഗം നടത്തേണ്ടതുകൊണ്ടാണ് നിഗംബോധ് ഘട്ടിൽ സ്ഥലം അനുവദിച്ചതെന്നും വ്യക്തമാക്കി. സംസ്കാരം എവിടെ നടക്കുമെന്നത് സംബന്ധിച്ച് വെള്ളിയാഴ്ച പകൽ മുഴുവൻ അനിശ്ചിതത്വത്തിലായിരുന്നു എന്നുകൂടി പത്രം പറയുന്നുണ്ട്. മാതൃഭൂമിയിൽ, മനോരമയിൽ പെരിയ ഇരട്ടക്കൊലക്കേസ് കഴിഞ്ഞാൽ ഉള്ള പ്രധാനപ്പെട്ട വാർത്തയിലൊന്ന് മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്തയും അന്ത്യ ചടങ്ങുകളുടെ ചിത്രവുമാണ്. അതിനോടൊപ്പം വ്യാപാരാവശ്യത്തിനുള്ള സ്വർണ്ണത്തിന് ഇ-വേ ബിൽ നിർബന്ധം, പരിധി 10 ലക്ഷം എന്ന വാർത്ത കൂടി മനോരമ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. വ്യാപാരാവശ്യങ്ങൾക്കായി 10 ലക്ഷം രൂപയ്ക്ക് മേൽ വിലയുള്ള സ്വർണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ-വേ ബിൽ നിർബന്ധമാക്കി. സംസ്ഥാന GST വകുപ്പ് ഇതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലാകും. വ്യക്തികൾ സ്വകാര്യ ആവശ്യത്തിനായി കൊണ്ടുപോകുന്ന സ്വർണ്ണത്തിന് ഈ പരിധി ബാധകമല്ല. ആശ്വാസമായി. അതൊഴിച്ച് ബാക്കി 10 ലക്ഷത്തിൽ കൂടുതൽ സ്വർണം കൊണ്ടുപോയാൽ ഇ-വേ ബില്ല് കൊടുക്കേണ്ടി വരും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ദേശാഭിമാനിയിൽ വന്ന വയനാട്ടിലെ DCC ട്രഷറിയുടെയും മകന്റെയും വാർത്ത ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് നമ്മൾ KPCC പ്രസിഡന്റിന് ഈ മരിച്ചുപോയ ട്രഷറർ NM വിജയൻ അയച്ച കത്ത് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഒപ്പം ഉദ്യോഗാർത്ഥിയുടെ പിതാവുമായി NM വിജയൻ ഈ DCC ട്രഷറർ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ പകർപ്പും ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. വയനാട്ടിൽ ജീവനൊടുക്കിയ DCC ട്രഷററും മകനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിന്റെ ഇരകൾ എന്നാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിയമനം വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ വാങ്ങി കുരുക്കിൽപ്പെട്ടവരാണ് DCC ട്രഷറർ ബത്തേരി മണിച്ചുറക്കൽ NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയത്. പ്രതിക്കൂട്ടിൽ KPCC ആണ് എന്നാണ് പത്രം പറയുന്നത്. DCC ട്രഷററും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി KPCC നേതൃത്വം. നേതാക്കൾക്ക് വാങ്ങി നൽകിയ പണം തിരിച്ചു കൊടുക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരന് നേരത്തെ വിജയൻ അയച്ച കത്ത് പുറത്തുവന്നു. നടപടി ഉണ്ടാകാത്തതാണ് വിജയന്റെയും മകന്റെയും ദാരുണ മരണത്തിനിടയാക്കിയതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം. MLA ഓഫീസിലേക്ക് നാളെ മാർച്ചുണ്ട്. IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് നാളെ LDFന്റെ മാർച്ചുണ്ട് എന്നാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ 3 പുഴകളിലായിട്ട് 6 കുഞ്ഞുങ്ങൾ ഇന്നലെ മുങ്ങി മരിച്ചിരുന്നു. അതിലൊരാൾ പ്രായമുള്ള ആളാണ്. 2 പേർ ജെറിനും വിൻസെന്റും, ബാക്കിയുള്ളവർ കുഞ്ഞുങ്ങളുമാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 4 കുട്ടികളടക്കം 6 പേർ പുഴയിൽ മുങ്ങി മരിച്ചു. കാസർഗോഡ് പയസുനി പുഴയിൽ ബന്ധുക്കളായ 3 കുട്ടികളും കണ്ണൂരിൽ ഇരിട്ടി വള്ളിത്തോടിനടുത്ത് ചരൽപ്പുഴയിൽ കറ്റാളി സ്വദേശികളായ കുട്ടിയടക്കം 2 പേരുമാണ്. കൊളക്കാട് നെല്ലിക്കുന്നിൽ ഒരാളുമാണ് മരിച്ചത്. വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയത്തിനൊടുവിൽ ഈ പുഴകളിൽ ഇറങ്ങുമ്പോൾ പുഴകളിലുള്ള ആഴത്തിലുള്ള
പുഴകളിൽ അടിയൊഴുക്ക് എന്തെന്ന് നമുക്കറിയില്ല. വളരെ കൃത്യമല്ലാതെ ഈ പുഴകളിലൊന്നും നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് നിശ്ചയമില്ലാത്ത പരിചയമില്ലാത്ത പുഴകളിൽ മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കരുത്. അതും അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ കുളിക്കാനോ മറ്റേതെങ്കിലും വിനോദത്തിനുമായി കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവരെ കർശനമായിട്ടും വിലക്കുക. ഇന്നലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് 3 പുഴകളിൽ 6 ജീവനുകളാണ് എന്നത് പ്രത്യേകം ഓർമ്മ വേണം. വെക്കേഷനാണ്, വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ പോകണം. നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ സ്കൂളുകൾ തുറന്നു തുടങ്ങും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടരുക. പത്രത്തിലെ ദേശീയ വാർത്ത കൂടി ഒന്ന് പരിശോധിച്ചു പോകണം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ ഈ തിരക്കിനിടയിലും മൻമോഹൻ സിംഗിൻ്റെ വിയോഗ വാർത്തകൾക്കിടയിലും കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റാതെ പോയൊരു വാർത്തയാണ്. പഞ്ചാബിൽ അതിർത്തിയിൽ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ദല്ലേവാൾ എന്ന കർഷകന് ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ശാരീരിക അസ്വസ്ഥതയുണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി തുടരുകയാണ്. പഞ്ചാബ് ഹെൽപ്ലെസ് ആസ് ഫാർമർ ലീഡേഴ്സ് കണ്ടീഷൻ വേഴ്സൻസ്. ഈ കർഷക നേതാവിൻ്റെ ആരോഗ്യനില വഷളാവുന്നു എന്നാണ് പത്രം പറയുന്നത്. അവിടെ പഞ്ചാബ് നിസ്സഹായമായി നിൽക്കുന്നു. പഞ്ചാബ് സ്റ്റേറ്റിൽ പറയുന്നത്, പഞ്ചാബ് ഗവൺമെൻറ് സെഡ് ഇൻ ദ സുപ്രീം കോർട്ട് ഓൺ സാറ്റർഡേ ദാറ്റ് എ ഫോഴ്സിബിൾ ഇവാക്വേഷൻ ഓഫ് ഫാർമർ ലീഡർ Jagjit Singh Delewal, who is weakening by the day from fast unto death to hospital, will lead to collateral damage to the police and agitating farmers. സമരം ചെയ്യുന്ന കർഷകർക്കും അവരെ പ്രതിരോധിക്കുന്ന പോലീസിനും തുല്യമായ നഷ്ടമുണ്ടാക്കും. ഏതെങ്കിലും തരത്തിൽ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ എന്ന കർഷക നേതാവിനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുന്ന സാഹചര്യത്തിലും അവിടെ നിന്ന് ബലം പ്രയോഗിച്ചു മാറ്റുന്നത് ഗുരുതരമായ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കും, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്നാണ് പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ ദല്ലേവാൾ സമരം ചെയ്തത്? നവംബർ 26-ാം തീയതി തുടങ്ങിയ സമരമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഡിസംബർ 29 ഏകദേശം 1 മാസവും 3 ദിവസവും പിന്നിട്ടു. ആരോഗ്യനില അതീവ മോശമായിട്ട് തുടരുകയാണ്. ദല്ലേവാളിൻ്റെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ രജീന്ദ്ര കൗർ ഭട്ടാൽ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നുണ്ട് ദല്ലേവാൾ. ആ ചിത്രം കൂടി ഇന്നിപ്പോൾ ദ ഹിന്ദു പത്രം വയ്ക്കുന്നുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുക, മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ആവശ്യം ഇതുവരെയും കേന്ദ്ര സർക്കാർ കേട്ടിട്ടില്ല. അതുകൊണ്ട് സർക്കാർ പറയുന്നത് വൺ വേർഡ് ഫ്രം ദ സെൻറ്റർ മേ ഡിഫ്യൂസ് ദ സിറ്റുവേഷൻ. കേന്ദ്രത്തിൽ നിന്ന് മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരൊറ്റ വാക്കുമതി ദല്ലേവാളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്നാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത്. വലിയ വളരെ മോശമായി തുടരുകയാണ് ദല്ലേവാളിൻ്റെ ആരോഗ്യനില. ഇതിനിടയിൽ ജനുവരി 4-ാം തീയതി മഹാപഞ്ചായത്ത് വിളിച്ചിട്ടുണ്ട് ഈ സമരം ചെയ്യുന്ന കർഷകർ. എന്താകും എന്ന് കണ്ടറിയണം. 3000-ഓളം കർഷകരാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന സംഗൂറിൽ ഉള്ളത്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ടും വിവാദമായും ഒക്കെ മാറാൻ പോവുകയാണ്. മറ്റൊരു ചിത്രം ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ ശ്രീനഗറിൽ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ പല വിനോദസഞ്ചാരികളും ചില ഈ മഞ്ഞിലൊക്കെ കുടുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ നാഷണൽ ഹൈവേ പൂർണ്ണമായിട്ടും അടച്ചു. ജമ്മു കാശ്മീർ ശ്രീനഗർ നാഷണൽ ഹൈവേയിൽ സൗത്ത് കാശ്മീരിനടുത്ത് ക്വാസിഗണ്ട് എന്ന പ്രദേശത്ത് ഇങ്ങനെ ട്രക്കുകൾ നിരനിരയായി കിടക്കുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കണം. ട്രക്കുകളെ മുഴുവൻ മഞ്ഞങ്ങ് മൂടിക്കഴിഞ്ഞു. അപ്പോൾ ആ പ്രദേശം പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു, ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. റെയിൽ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്, വ്യോമഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. കനത്ത മഞ്ഞാണ്, ഫ്രോസൺ ട്രാഫിക് എന്നാണ് ദ ഹിന്ദു പത്രം അതിന് കൊടുക്കുന്ന തലക്കെട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി